C.S. ലൂയിസിൻ്റെ ഒരു നോവലുണ്ട് ദ ഗ്രേറ്റ് ഡിവോഴ്സ്. സ്വർഗവും നരകവും തമ്മിലുള്ള ഡിവോഴ്സിനെ കുറിച്ചാണ് നോവൽ പറയുന്നത്. അതിൽ ഹെല്ലിനെ വിളിക്കുന്ന പേര് ഗ്രേറ്റ് ടൗൺ എന്നാണ്. ഇപ്പോൾ ഒരാൾ ഈ ഹെല്ലെത്തുകയാണ്. ആൾ നോക്കുമ്പോൾ വലിയൊരു സിറ്റിയാണ്, കുറേ അധികം ബിൽഡിങ്സ് ഉണ്ട്, മാൻഷൻസ് ഉണ്ട്, പക്ഷെ ഒന്നിലും ആൾ താമസമില്ല. അപ്പോൾ അയാൾ ചോദിക്കുക ആൾക്കാരൊക്കെ അവിടെ പോയി. അപ്പോൾ ഒരാളിങ്ങനെ മറുപടി പറയും, ഈ ഹെല്ലിൻ്റെ പ്രത്യേകതയാണ് ഒരാൾ എന്താണ് ആഗ്രഹിക്കുന്നു അയാൾക്ക് അത് കിട്ടും. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ചില ആൾക്കാർ ആഗ്രഹിക്കും വലിയ കൊട്ടാരം പോലത്തെ വീട് വേണം, അങ്ങനെ വീട് വെക്കും. വീട് വെച്ച് കഴിയുമ്പോഴാണ് തൊട്ടടുത്ത അയൽവാസിയായിട്ട് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ആഗ്രഹിക്കും നശിച്ച സ്ഥലത്തുനിന്ന് ദൂരെ എവിടെയെങ്കിലും പോകണം. അങ്ങനെ അവർ ദൂരെ പോവും. അവിടെ ചെല്ലുമ്പോൾ വേറെ ആൾക്കാർ ഇഷ്ടപ്പെടില്ല, അപ്പോൾ അവിടെ നിന്ന് പിന്നെ ദൂരെ പോവും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഒരു വീട് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അവയാണ്. അത്രയും ദൂരത്തേക്ക് ആൾക്കാരും ഇങ്ങനെ മാറി മാറി താമസിക്കാൻ. ഇപ്പോൾ ഹെല്ലെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വളരെ ദൂരത്തു നിന്ന് മാത്രമല്ല, മനുഷ്യരിൽ നിന്നും വളരെ ദൂരത്താണ്. സിൻ ഓൾവേസ് സെപ്പറേറ്റ്സ്. ഇത് ഗോസ്പലിൽ ഈശോയുടെ യൂണിവേഴ്സൽ പ്രെയറാണ്. ഈശോ പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് യൂണിവേഴ്സൽ പ്രെയർ എന്ന് പറയുക. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? യൂണിറ്റിക്ക് വേണ്ടി, ഡിവിഷൻ ഇല്ലാതിരിക്കാൻ. നമ്മളൊക്കെ ഇങ്ങനെ മുട്ടിച്ചേർന്നൊക്കെ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അല്പമെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമേൽ അടുത്ത് നമ്മൾ ജീവിക്കുമായിരുന്നു. പലരും വ്യത്യാസപ്പെട്ടും ദൂരത്തൊക്കെ പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുമായിരുന്നില്ലേ? ബാബേൽ ഗോപുരത്തിന് മുമ്പ് ഈ ലോകത്ത് ഒറ്റ ഭാഷയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഈ ലോകം തന്നെയായിരുന്നു സ്വർഗമെന്ന് മനസ്സിലാവും. പിന്നീടാണ് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് സ്വർഗത്തെ നമ്മൾ പറിച്ച് വേറെ എവിടെ കൊണ്ട് നട്ടത്. എന്നിട്ട് ആ സ്ഥലത്തെക്കുറിച്ചും സ്വർഗത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചും നമ്മളിപ്പോൾ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്.